ഇതിന്റെ അടുത്ത് എന്താ പൂസ് ഇല്ലുമിനാണ്ടി. നമ്മുടെ നാട്ടിൽ നിന്ന് നമ്മുടെ വേണ്ടപ്പെട്ട ഒരു ആള് ഇന്ന് വന്നിട്ടുണ്ട്. അതോ ഇത് നമ്മുടെ ക്യാരക്ടറാണ്. നമ്മൾ റിവീൽ ചെയ്യാണ്ട് വെച്ചിരിക്കുകയാണ്. ക്യാമറ ഉണ്ട്, ബാക്കിലുണ്ട്. ഇത് വേറെ മാസ്റ്റർ മാൻ. ഇതാണ് നമ്മുടെ വിശിഷ്ടാതിഥി, നമ്മുടെ സ്വന്തം നീഷ്മ. കഴിഞ്ഞ കൊല്ലം നാട്ടിൽ പോയതായിരുന്നു. കഴിഞ്ഞ കൊല്ലം തന്നെയല്ലേ? അത് അവസാനം തിരിച്ചെത്തിയിട്ടുണ്ട്. നീഷ്മയുടെ 2 പെട്ടികളോടെ ഉണ്ട്. വലിയ പെട്ടി 1, ചെറിയ പെട്ടി 1. ദേവിനിപ്പോ തന്നെ പരിചയപ്പെടുത്താം. അത് നമ്മുടെ ദേവി, അപ്പൂസിന്റെ സിസ്റ്ററാണ് ദേവി. അപ്പൂസിന്റെ വൈഫാണ് നീഷ്മ. സോ ദേവിയുടെ സിസ്റ്ററിൻ ലോ ആണ് നീഷ്മ. നമ്മളെ ചില ഇത് കഥാ ഏതാ നോക്കാ. ആ വടിമൊത്ത ശരീരം നോക്ക്. അതാ ഇത് എന്നെ കാണുന്നുണ്ടോ? ഇതൊന്ന് അന്നോട് പറയുന്നത്. ഇത് ഈ ക്യാരക്ടർ തിരിഞ്ഞു കിട്ടിയിരുന്നെങ്കിൽ നിങ്ങളിൽ നിന്ന് പലരും ചിന്തിക്കും. പക്ഷെ തിരിക്കൂല. ഇപ്പൊ ഭാവിയിൽ നമുക്ക് തിരിക്കാം. അതെ, ഇവരൊക്കെ മറ്റേ ഇത് ഇപ്പൊ ഫേസും കാര്യമൊന്നും റിവീൽ ചെയ്യാൻ റെഡിയില്ല എന്നുള്ളൂ കേട്ടോ. ബാക്കി എന്റെ ഈ ഒരു പ്രവൃത്തിയിലോട് അല്ലെങ്കിൽ അവര് സമ്പൂർണ്ണ സപ്പോർട്ടും എല്ലാവിധ സഹകരണം എനിക്ക് ചെയ്തു തന്നിട്ടുണ്ട്. അതാണ് എന്റെ ശക്തി. കമോൺ. അതാ നമ്മുടെ ക്യാരക്ടർ പൊട്ടിക്കാൻ പോവാണ്. ഇതിലെന്താണ്? ഇതിലെന്തോ ആണ്. ഇതിൽ എഴുതി വെച്ചിട്ടുണ്ട് പച്ച മാന്തൽ. ഓ സാധനം. പപ്പടം ഉണ്ട് ഗൈസ്. പിന്നെ അതാ ചക്കയാണോ? അതാ ചക്ക. ചക്ക അച്ചാർ. ഞങ്ങൾ ഇവിടെ ആണെങ്കിൽ ഞങ്ങളങ്ങനെ നാട്ടിൽ മറന്നിട്ടില്ല. ഞങ്ങള് ഫുള്ള് ഇവിടുത്തെ ആൾക്കാർ, നാട്ടിലത്തെ ആൾക്കാരല്ലേ. എന്താ സ്പെഷ്യൽ സാധനങ്ങൾ നിസ്മ? വേറെ പ്രേക്ഷകർക്ക് പരിചയപ്പെടുത്താൻ പറ്റിയ സാധനങ്ങൾ. അത് അരവണ. ഇതൊക്കെയാണ് മെയിൻ. നാട്ടിൽ നിന്ന് കുരുമുളക്. എന്താ അരവണ. ഇതെന്താ തിരിച്ചു പിടിച്ചിക്കോളാം ഞാന്. മട്ടൺ റോസ്റ്റ്, സ്പെഷ്യൽ മട്ടൺ റോസ്റ്റ് ഫോർ വച്ചു ആൻഡ് ടീം. വച്ചു ഞാനുണ്ടോ ടീമില്? ബീഫ് ചില്ലി ഫോർ വച്ചു ആൻഡ് ടീംസ്. പിന്നെന്താ ഉള്ളത് നമുക്ക് നോക്കാം. സ്പെഷ്യൽ ബീഫ് ഡ്രൈ ഫോർ ബിലാൽ ആൻഡ് ടീം. മഞ്ഞപ്പൊടി, കടക്. ഞാൻ ഇതിന്റെ ഒക്കെ പേര് പറഞ്ഞ ഇതെന്താ? സൂപ്പർ. ഇതെന്ത്? എത്ര കിലോനത്? നമ്മളിപ്പോ എന്താന്ന് ചെയ്യാന്ന് വെച്ചാൽ നാട്ടിൽ കൂടുന്ന സാധനങ്ങളൊക്കെ നമ്മളിവിടെ സെറ്റപ്പ് ആക്കി എടുക്കാൻ പോവുകയാണ്. അപ്പൊ അതിലേക്ക് റെഡിയാക്കാൻ വേണ്ടി നമ്മൾ റൈസ് ഉണ്ടാക്കാൻ പോവുകയാണ്. ഗീ റൈസ്. യെസ്, പല ഐറ്റം സാധനങ്ങൾ ഒരുമിച്ച് നമ്മളിവിടെ കഴിക്കും. കുറച്ചധികം ട്രാവൽ ചെയ്തിരിക്കണം. അപ്പൊ നമ്മൾ ഇങ്ങനത്തെ സിറ്റുവേഷൻ വരുമ്പോ പെട്ടെന്ന് തന്നെ ഫ്രീസറിക്ക് വെച്ചിട്ടും കാര്യമില്ല തോന്നുന്നുണ്ട് അല്ലേ? മാക്സിമം പെട്ടെന്ന് തന്നെ തിന്ന് തീർക്കാം. ഇത് ബീഫ് ഡ്രൈ ഫ്രൈ. ഇത് ബീഫ് BDF. കൊണ്ടാട്ടം മുളക്. നമുക്ക് പ്ലേറ്റിലേക്ക് വരാം. ഇത് ഒരു ബീഫ് ഫ്രൈ, ബീഫ് ചില്ലി, മയോണൈസ്, മന്തി റൈസ്.
അപ്പൂസ് ഹാപ്പി, നമ്മളും ഹാപ്പി. അതവിടെ തൊപ്പി കളക്ഷൻസ് ഉണ്ട് കേട്ടോ. ആദ്യം വെളിച്ചം കുറെ കാട്ടിയിട്ട് വെളിച്ചം അബ്സോർബ് ചെയ്തിട്ട് പിന്നെ നമ്മൾ ഇരുട്ടത്ത് കൊണ്ടുപോകണം. അത് വായി നമുക്ക് റൂമിലേക്ക് പോവാം. അതെ, അപ്പൂസിന്റെ അടുത്ത ടീഷർട്ട് ഗൈസ്. ഇത് നീഷ്മ വരുന്ന പ്രമാണിച്ച് മുടി ചെയ്ത് നോക്കൂ. ഇത് ഏതാ ഷെയ്ഡ്? ഏതാണ്? പ്ലസ് ബോട്ടോക്സ് ചെയ്തിട്ടുണ്ട്. അതാ, അയ്യോ അത് റിവീൽ ചെയ്യാൻ പറ്റില്ല. അതെ, ഇത് കടക്ക് പ്രൊമോഷൻ കൊടുക്കണോ? കടക്ക് വീഡിയോ അയച്ചു കൊടുക്കാം. അവരോട് നമുക്കൊരു പ്രൊമോഷൻ തരാൻ. അപ്പൂസിന്റെ ഇവിടെ ഒരു ടാറ്റു ഉണ്ട്. അത് നീഷ്മയുടെ സോഡിയക് സൈനാണ്. ഇതിന്റെ അടുത്ത് എന്താ അപ്പൂസ്? ഇല്ലുമിനാണ്ടി. പക്ഷെ ബനാന ചിപ്സ് കഴിച്ചാല് ടേസ്റ്റ് തോന്നി. ഇന്നലെ അവിടുന്ന് 6-2 ബനാന ചിപ്സ് ഉണ്ടാവില്ലേ, ക്രഞ്ച്. അതൊന്നും കൂടി ഒരു ടേസ്റ്റ് ഉള്ള പോലെ തോന്നുക അല്ലേ? അല്ലേ, ഒന്നും ടേസ്റ്റ് പോലെ തോന്നുക. എന്താ ലേറ്റിന്റെ ജുബിനെ നോക്കാം. നോക്ക്. ഇനി ഓഡിയൻസ് പറയൂ, നമ്മള് ഈ ഒരു കുട്ടി ചാനൽ ചെയ്യണോ വേണ്ട എന്നുള്ളത് പറയോ? അതെ. ദേവി, എന്താ സ്പെഷ്യൽ? ആദ്യമായി തല കറങ്ങി വീണ ഒരാളാണ്. അതെന്താ എന്റെ തല കറങ്ങി ഗോൾ തലക്കടിച്ചിട്ട് ബോധം കിടത്തിയ ഒരാളാണ് അവിടെ. അത് മറ്റേ ക്യാരക്ടറാണ്. അത് റിവീൽ ചെയ്യാത്ത ക്യാരക്ടറാണ്. ബീഫായി ഗൈസ്. നീഷ്മയുടെ ഔട്ട്ഫിറ്റ് ചെക്ക് ചെയ്യാം നമുക്ക്. ഏതാണ് ഈ ക്യൂട്ട് കുട്ടി? അപ്പൊ നാട്ടിൽ നിന്ന് ഒരാള് വന്നാൽ എന്താ? ഒരാള് നാട്ടിൽ നിന്ന് വന്നാല് എങ്ങനെയാണ് ഇവിടുത്തെ അവസ്ഥ എന്നുള്ളത് നമ്മള്. ഓക്കെ ഗൈസ്, സൈനിങ് ഓഫ്.